ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ പർപ്പിളിനെ പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. ആരാ പർപ്പിൾ എന്ന് ചോദിച്ചാൽ അശ്വിനി എന്നോ മറ്റാണ് പേര്, പക്ഷെ പർപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ നടത്തുന്ന ഒരു പെൺകുട്ടിയാണ്. കാണാനൊക്കെ നല്ല ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി. പക്ഷെ ഇപ്പം അറിയപ്പെടുന്ന ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പണം ഒരു മാസം 50 ലക്ഷം 65 ലക്ഷം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയാണ് സബ്സ്ക്രിപ്ഷനിലൂടെ. അതായത് ഇൻസ്റ്റയിൽ പുള്ളിക്കാരത്തി റീൽസ് ഇടും, അതിൽ കുറച്ചൊക്കെ ഒന്ന് കാണിക്കും, അതിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ കാണിക്കും. ഓവറായിട്ട് കാണിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഇല്ല. പിന്നെ എന്തിനീ ജനങ്ങളെല്ലാം അവിടെ കയറി ഇരച്ച് കയറുന്നതെന്ന് നമുക്കറിയത്തില്ല, അതിന്റെ മനഃശാസ്ത്രമൊന്നും അറിയത്തില്ല. അല്ലെ കുട്ടിയുടെ ഭംഗി കണ്ടിട്ടായിരിക്കാം. ഏതായാലും കുട്ടിക്ക് അത് മൂലം വളരെ അഹങ്കാരമായിപ്പോയി. ആരോ ഒരാൾ റോസ്റ്റ് ചെയ്തിരുന്നു. ആ റോസ്റ്റിന് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അകത്ത് വൃത്തികേടൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു, തെറി പറഞ്ഞെന്നൊക്കെ തോന്നുന്നു. എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഈ കേരളത്തിൽ ആരേലും ഒത്തിരി പേര് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അമൃത സുരേഷ്, അഭിരാമി, അങ്ങനെ എനിക്കറിയാവുന്ന ഒത്തിരി പേര്, ഹെലനോസ് പാത്തയുടെ മോർഫ് ചെയ്ത ചിത്രം വരെ ഉണ്ടാക്കി ഇതിനെല്ലാം കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേരള പോലീസ്. ഒരു പ്രയോജനവും ഇല്ലെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുകയില്ല പോലീസ്, മൈൻഡ് ചെയ്യില്ല. ആളെ പിടിച്ചുകൊണ്ട് കൊടുത്താൽ പോലും മൈൻഡ് ചെയ്യല. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ സൈബർ കുറ്റത്തിന് തീരെ മൈൻഡ് ചെയ്യുന്നില്ല. ഓരോ റിയാക്ഷൻ ചാനലിൽ നടത്തുന്നവരുടെ പേരിലൊക്കെ 10 18 കേസുള്ള കാര്യം എനിക്കറിയാം. വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ കേസ് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെ എങ്ങനെ കിടക്കും. പക്ഷെ അശ്വിനി കേസ് കൊടുത്തപ്പോൾ നമ്മളെ ചരിത്രം തിരുത്തി എഴുതിയെന്ന് പറഞ്ഞ രാവിലെ കേസ് കൊടുത്തു, അതാ നടത്തിയ ആളെ ഉച്ചയ്ക്ക് തന്നെ പോലീസ് പിടിക്കുമായിരുന്നു. പിന്നെ അശ്വിനിക്ക് എന്തോ പർപ്പിളിന് എന്തോ ഒരു തടസ്സമൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളിക്കാരത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് വൈകുന്നേരത്തേനായി അവനെ ഇടിച്ച് ചമ്മന്തിയാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഷൂട്ട് ചെയ്യാൻ പോലീസ് സമ്മതിച്ചു, അത് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരത്തി ഇടാനും പോലീസ് സമ്മതിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ നിയമവിരുദ്ധമാണ്. മുഖമൊക്കെ മറച്ചിട്ടാണേലും ആ പയ്യനോട് ചോദിക്കുക, നീ എന്തിനാണ് ആ വീഡിയോ ചെയ്തത്? അപ്പൊ ആ പയ്യൻ പറയുന്ന അസൂയ കൊണ്ടെന്ന്. അപ്പൊ അശ്വിനി ചോദിക്കുന്നു, നിനക്ക് അമ്മയും പെങ്ങളും ഒക്കെ ഇല്ലേ വീട്ടിൽ നിന്ന്? കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഈ അവന്റെ അമ്മയും പെങ്ങളും അല്ലെ നാട്ടിലുള്ള അമ്മയും പെങ്ങളും ആയ എല്ലാ സ്ത്രീകളും സബ്സ്ക്രിപ്ഷനിലൂടെ അത്യാവശ്യം മാറും വയറും ഒക്കെ കാണിച്ചാണോ ജീവിക്കുന്നത്? അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണിക്കുന്നതുകൊണ്ടാണല്ലോ ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ ആ ചോദ്യത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. അതോ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലേ എന്നുള്ള അറിയില്ല. എന്താണേലും അതിൻ്റെ അകത്തെ അതിശയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരാള് കേസ് കൊടുത്താൽ ഒന്നും മൈൻഡ് ചെയ്യാത്ത കേരള പോലീസ് നിമിഷങ്ങൾക്കകം പയ്യനെ ഇടിച്ച് ചമ്മന്തിയാക്കിയെന്ന് തോന്നുന്നു. എന്നിട്ട് വീഡിയോ എടുക്കാനും ആ വീഡിയോ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇടാനും എല്ലാം സമ്മതിച്ചെന്നുള്ളതാണ്. ഒന്ന് ചെറുതായിട്ട് കാണാം. തൊട്ടു മുന്നേ അപ്പോ എന്നെ പറ്റിയിട്ട് ഒരാള് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തൊട്ട് മുന്നേ ഇട്ട വീഡിയോയിൽ ഒരുപാട് മണ്ടന്മാര് വന്ന് കമന്റ് ചെയ്തായിരുന്നു. അതായത് നിനക്ക് നീതി കിട്ടാൻ പോകുന്നില്ല, നീ കാണിക്കുന്നൊന്നും ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, എനിക്ക് നീതി കിട്ടി. നിന്നെയൊക്കെ കാട്ടിലും ബോധവും വിവരവും ഉള്ളവരാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് നീ മനസ്സിലാക്കുക, നീയൊക്കെ അത് മനസ്സിലാക്കുക. ഇല്ലീഗലായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് റോസ്റ്റിംഗ് ആയാലും നിങ്ങൾ നിങ്ങളുടെ പരിധിയിൽ നിന്ന് ചെയ്യുക. അപ്പോ അതാണ് സംഭവം. പിന്നെ എനിക്ക് രാവിലെ ഇട്ട ഈ റോസ്റ്റിംഗ് വീഡിയോ ഈ പുള്ളി രാവിലെയാണ് ഇട്ടത്. അപ്പം ഇപ്പൊ ഈവനിങ് ആയപ്പോ എനിക്ക് നീതി കിട്ടി. പക്ഷെ ഉച്ചയ്ക്ക് കിട്ടേണ്ടത് നീതിയായിരുന്നു. ഞാൻ എന്റെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് പോയതുകൊണ്ട് ഞാൻ ലേറ്റാക്കി. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കിട്ടേണ്ടത് നീതിയായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ഫാസ്റ്റ് ആണ് നമ്മുടെ കേരള പോലീസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത്, ഈ റോസ്റ്റ് ചെയ്യപ്പെട്ട ഇരകളുണ്ടല്ലോ, ആ ഇരകൾ വിചാരിക്കരുത് നമുക്ക് നീതി കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിനെതിരെയല്ലേ അവര് ചെയ്യുന്നത് എന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങള് അതൊക്കെ വിചാരിച്ചിട്ട് ഇത്ര വേഗം തീരുമാനം എടുത്തൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാട്ടോ. വേറെ ആരും കൊണ്ട് കേസ് കൊടുത്താലും അതവിടെ കിടക്കത്തേ ഉള്ളൂ. ഒന്നെങ്കിൽ മണിപ്പവർ ആകാം, അതായത് ഈ ഇത്രയും ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന പർപ്പിളിന് കാശ് വാരി എറിയാൻ ബുദ്ധിമുട്ടില്ല. കാശിന്റെ മുന്നിൽ പോലീസുകാരൊക്കെ എങ്ങനെ നിൽക്കുന്നു നമുക്കറിയാം. അപ്പൊ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നൊക്കെ ഒന്ന് കാണണ്ടേ. പതിവായി നിന്റെ കവിൾ ചുവന്നതു കണ്ടു നിന്നില്ലേ, കാർത്തിക നാളിൽ രാപ്പൂത്തിരി തെളിയേ, അരികിൽ നിന്റെ മുഖം തൊടുത്തതു ഞാൻ അറിഞ്ഞില്ലേ, അറിയാതെ. ഒന്നുമില്ല, നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ചെയ്തപോലെ അരകല്ലേൽ അരയ്ക്കുന്നു, പിന്നെ വേറെ ആനയെ കുളിപ്പിക്കുന്ന കണ്ട് അങ്ങനെ ഓരോന്നൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും ഇപ്പൊ ഒരു പുലിവാല് പിടിച്ചിട്ടുണ്ട്.
അതായത് ഇപ്പം ഒരു ട്രോള് കൊടുക്കേണ്ട അതിലെ വണ്ടി ഓടിച്ചു പോയപ്പോൾ ട്രോള് കൊടുക്കാതെ അവരെ പറ്റിക്കാൻ വേണ്ടി ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ കാർഡ് മേടിച്ച് ഉപയോഗിച്ചു. അപ്പൊ അത് ഉപയോഗിക്കുന്നതൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പോസ്റ്റ് ചെയ്തു, സ്റ്റോറി ഇട്ടു. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പോലീസുകാര്, പട്ടാളക്കാര്, ഇവരെയൊക്കെ അമ്മാനമാടാനുള്ള പവറായില്ലേ. ഇത്രയും പൈസ ഉണ്ടാക്കുന്നു, ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്നു. പുള്ളിക്കാരത്തി ഒരു കേസ് കൊടുത്ത് അവനെ പിടിച്ച് ചമ്മന്തിയാക്കുന്നു. അങ്ങനെ ഒരു പുള്ളിക്കാരത്തി എന്തോ സംഭവമാണ്, ഒരു പ്രസ്ഥാനമാണ്, നിയമങ്ങൾക്കൊക്കെ അതീതരാണ് എന്നൊക്കെ തോന്നി ഒരു പരിപാടിയാണ്. അപ്പൊ ഒരു പട്ടാളക്കാരന് എതിരെ പട്ടാളക്കാരന്റെ കാർഡ് ഉപയോഗിച്ച് ട്രോള് കൊടുക്കാൻ പോയിട്ട് അത് വലിയ കുട്ടി കോഴ്സിട്ടു. അപ്പൊ അതിന്റെ താഴെ റിട്ടയർഡ് ആയ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ വന്ന് ഇത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടു. ഒന്ന് പോടെ, റിട്ടയർഡ് ഒക്കെ ആയില്ല, വീട്ടിൽ പോയിരിക്കണ എന്നുള്ള രീതിയിൽ അതിന്റെ മറുപടി കൊടുക്കുന്നു. അയാൾക്ക് അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ അയാൾ അത് നിയമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ ഇനി ഇവരിൽ ആര് ജയിക്കുമെന്നൊന്നും അറിയില്ല. പട്ടാളത്തിനോടാണ് നമ്മുടെ ചേച്ചി കയറി മുട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്നില്ല അതിന് സ്റ്റോറി ഇട്ടു, അത് അബദ്ധം പറ്റിയാന്നുള്ള രീതിയിൽ ഇപ്പൊ ക്ഷമ പറഞ്ഞു വന്നിട്ടുണ്ട് അത് അശ്വിനി. പക്ഷെ ആ ക്ഷമ പറഞ്ഞത് മനസ്സുകൊണ്ടല്ല, ശരിയാവില്ലെന്ന് നിയമം അറിയാവുന്ന ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നേരത്തെ ഇട്ട സ്റ്റോറി റിമൂവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ പട്ടാളക്കാരൻ പറയുന്നതാണ് നമുക്കൊന്ന് കേൾക്കാം. Something that we need to speak about seriously. We often hear about security breaches, honey traps, and sensitive information leakage by the armed forces personnel, right? People often wonder how trained officers fall into such traps. But you know what? Most of these cases, it does not start with something big. It starts small, casual, careless attitude. Now look at the situation for a moment. A civilian, so-called social media influencer. She takes an army officer's ID card, she calls it her friend's, and flashes it at a toll gate as if it belongs to her. She records it, puts it out as content. A civilian taking an army officer's ID card and using it at a toll gate is not a joke. It's not content. It's not just another reel. It's a punishable offense under 318, 19 and 36 of the BNS. An army ID card is not a prop. It's an official government property. Under the Army Act of 1950, an officer is responsible for safeguarding it at all times. It is not to be handed over to anybody, not to be misused. That army man is also liable for punishment under Army Act section 45, 52 and 63. Today you hand over your ID card at the toll gate. Tomorrow what? Entry to a restricted area? Access to something sensitive? Hand over some critical document to a social media influencer for content? Is that what you do? This particular situation happened in Kerala. If any one of my Malayali friends knows who this army friend is, please let me know. The ADGPI's office has taken cognizance of this and they are probing into the matter. Identify this armed forces personnel will make the enquiry a lot easier and faster. This is about national. ഇപ്പൊ മേജർ വിജയഭാർഗവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ എടുത്ത് ഇതൊരു തമാശയായിട്ട് കളിക്കാനുള്ള ഒരു ഇതല്ല. ആർമിക്കാരുടെ ID കാർഡ് എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ സ്വത്താണെന്നുള്ള രീതിയിലാണ്. പിന്നെ ഏതൊക്കെ കുറ്റകൃത്യമാണ് ഇതിലൂടെ ഇവര് രണ്ടുപേരുടെ, അതായത് പർപ്പിളിന്റെ കൂട്ടുകാരനും പർപ്പിളും കൂടെ ചെയ്തത്, ഏതൊക്കെ കുറ്റകൃത്യം ഏതൊക്കെ നിയമങ്ങളിൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ഇന്ന് ഈ ദുരുപയോഗം ചെയ്ത കാർഡ് എടുത്ത് നാളെ ഒരിടത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം വേണമെങ്കിൽ ഇവർക്ക് ഈ കാർഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യത്തില്ല. അങ്ങനെ പല നിയമങ്ങൾ പറഞ്ഞാണ് പുള്ളി കൊണ്ട് കുരുക്കിയിരിക്കുന്നത് പർപ്പിളിനെ. അത് പർപ്പിളിന് അപ്പൊ അതിന്റെ സീരിയസ് മനസ്സിലായി. പിന്നെ ഇനി പർപ്പിൾ ആ വണ്ടി ഓടിച്ചു പോയത് ഇട്ടിരുന്നത് അതൊക്കെ റിമൂവ് ചെയ്ത് അതൊന്ന് കാണാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പർപ്പിളിന് നിയമത്തിനൊക്കെ ഇപ്പൊ ഒരു വിലയില്ല. അല്ലെങ്കിൽ കമന്റ് ഇടുന്ന നിനക്കൊക്കെ വിവരമില്ല, നീയൊക്കെ പോയി അന്വേഷിക്കടാ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇന്നാള് കമന്റ് ഇട്ടത്. ഒരാളെ പിടിച്ച് ഇടിച്ചപ്പോഴത്തേക്കിന് പോലീസ് ഫുൾ സപ്പോർട്ടയുടെ വീഡിയോ എടുക്കാനും അത് ഷെയർ ചെയ്യാനും എല്ലാം സമ്മതിച്ചപ്പോഴത്തേന് പോലീസും പട്ടാളം ഒക്കെ കൈക്കുമ്പിളിൽ ഇങ്ങനെ നിൽക്കുവാണ്, വയറും മാറും കാണിക്കുന്ന ഒരു സൈഡിൽ. അപ്പൊ കുറെ പേര് അടിച്ചു തല്ലി ആരാധകരായിട്ട് അവിടെ കിടക്കും. മറു സൈഡിൽ പണമാണ് കേട്ടോ, എല്ലാത്തിനും മുകളിൽ പണമാണ്. പണത്തിന്റെ ഒരു പവർ, വിൽ പവറും വളരെ പവറാണ്, മൊത്തത്തിൽ പവറാണല്ലോ മണി പവർ, വിൽ പവർ എന്ന് പറഞ്ഞാൽ. ആ പണത്തിന്റെ പവറാണ്. 50 ലക്ഷം രൂപയൊക്കെ മാസം ദിവസങ്ങൾ ഒന്നും ചെയ്യേണ്ട. മറ്റേ റീൽസുകാർ ഇവിടെ ഒന്ന് താത്തിക്കാടിച്ചാൽ മതി, അവിടെ ഒന്ന് താത്തിക്കാടിച്ചാൽ മതി എന്ന് പറഞ്ഞ് കാണിക്കല്ലേ. അവന്മാരുടെ റീൽസ് നിങ്ങൾ കണ്ടിരുന്നു, അവന്മാര് പറയുന്നതാണ് ശരി. ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ നിങ്ങൾക്ക് കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ആണുങ്ങൾ സബ്സ്ക്രിപ്ഷൻ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളതാ, ഒരൊറ്റ അമ്മച്ചിമാര് പോലും വന്നില്ല. പെണ്ണുങ്ങളാകുമ്പോ കുറെ സാധനങ്ങൾ പല രീതിയിലും സൈസിലും പല മോഡലാക്കാം. അനുഗ്രഹിച്ച് അങ്ങനത്തെ സംഭവം കൊടുത്തു. അവർക്കാണെങ്കിൽ 3 സാധനം കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്, ബാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ ആൾക്കാരുണ്ട്, കൊലപ്പന്മാരുണ്ട്. നമുക്ക് ആകെ ഈ സാധനം മാത്രം തന്നുള്ളൂ. അത് ഒരെണ്ണം മാത്രം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണേരി പൊട്ടിടാൻ മേക്ക് പോടാൻ പറ്റാതെ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ ആണുങ്ങളുടെ പെണ്ണുങ്ങളെ തുണൂരിക്കാണ് ചോദിക്കാമില്ല. ആണുങ്ങളെ തുണൂരിക്കാൻ പ്രശ്നം തുല്യത വേണം.
ആണ്. ഇതൊക്കെ 199 199 പറഞ്ഞാൽ നമ്മൾ ഇത് തുടങ്ങി പൊക്കിയിട്ട് തൊട്ട് സൈഡ് കാണിക്കും. പെർഫോമൻസ് 199 രൂപ മാറുള്ളൂ. അതെ 899 പിന്നെ 12 നീളം 3 GB വീതിയോടുള്ള പെർഫോമൻസ് ഉള്ളില് കുട്ടന്റെ. അതെ പിന്നെ പറഞ്ഞത് 14 ഇഞ്ച് വീതിയും 4 ഇഞ്ച് കനോ. പെർഫോമൻസ് കാണണമെങ്കിൽ നിങ്ങൾ 899 രൂപ മാത്രമേ ഉള്ളൂ. വെറും 899 പറയാ. അപ്പഴാണ് വെറും 899 രൂപയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫുൾ നൂഡായിട്ടുള്ള വീഡിയോസ് കാണാം. സബ്സ്ക്രിപ്ഷനിൽ കേട്ട് ലൈക്ക് അടിക്കുക. നമുക്ക് കാശ് വരാ ഞങ്ങളുടെ നൂഡായിട്ടുള്ള പീസ് കാണാം. അതെ അപ്പൊ വീട്ടിൽ നിന്ന് കൊണക്കാണ്ട് അക്കൗണ്ടിൽ കയറിയിട്ട് കൊണക്കേ അല്ലേ. എല്ലാത്തും ഇവന്മാരുടെ ഡയലോഗ് ഇച്ചിരി കൂടിയ ഗ്രേഡിലാണ് സംസാരിക്കുന്നത്. ഡിഗ്രി കൂടുതലാണ് സംസാരം. എന്നാലും ഇതിനകത്തൊരു കോമഡി ഉണ്ട്. ഇത് ശരിക്കും എന്താണ്, ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ കാശുണ്ടാക്കാൻ വേണ്ടി ഇവിടെ എഞ്ചിനീയറും ഡോക്ടറും എല്ലാം ആകാൻ കുത്തിയിരുന്ന് പഠിച്ച് ഉറക്കളച്ചിരുന്ന് പഠിച്ച് ഒരു രക്ഷയില്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാർ പണം ഉണ്ടാക്കാൻ നോക്കും. മറു സൈഡിൽ വന്ന് മാറും വയറും ഒക്കെ തുറന്ന് കാണിച്ച് ലക്ഷങ്ങൾ മാസം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കുശുമ്പും അസൂയ. അതുകൊണ്ട് എല്ലാവരും എടുത്ത് ഈ ഒരു വീഡിയോ ഒത്തിരി പേര് പല രീതിയിൽ ഇൻസ്റ്റയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും പർപ്പിളിന്റെ പേര് പോലും പറയാൻ പേടിയാണ്. കാരണം കേസ് കൊടുത്താത്താകും. സാധാരണ ഇപ്പൊ സെലിബ്രിറ്റീസ് ആരും കൊണ്ട് കേസ് കൊടുക്കുന്ന പറഞ്ഞാൽ ആർക്കും ഒരു പേടിയില്ല. പോലീസ് അതൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. പക്ഷെ പർപ്പിള് കൊടുത്ത് തീരുന്ന നിമിഷങ്ങൾക്കകം പോലീസ് പിടിച്ചിരിക്കും. ഏതായാലും ഇപ്പോൾ പർപ്പിളിനെതിരെയും ഒരു കേസ് വന്നിരിക്കുകയാണ്. വിജയഭാർഗവ് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. പുള്ളി അത്രയും ആക്ഷേപിച്ച് പറഞ്ഞു വിട്ടാ ഇനി കോംപ്രമൈസ് ആകുമോ അതോ കേസുമായിട്ട് മുന്നോട്ട് പോവോ എന്നൊക്കെ ഇനി നമ്മൾ കണ്ടറിയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.